എൻ്റെ പേര് ഷിക ലക്ഷ്മി. ഞാൻ മടമ്പൂരിൽ ഹൈസ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇംഗ്ലീഷിലെ വർക്ക് ഈസ് വർഷിപ്പ് എന്ന പാഠഭാഗത്തിലെ ഒരു അഭിമുഖമാണ് ഞാനിവിടെ നടത്താൻ പോകുന്നത്. എൻ്റെ വീട് ശ്രീകണ്ഠാപുരത്ത് കാവന്മുല എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിലാണ്. ഇവിടെ വയലും തോടും നിറഞ്ഞൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് കൃഷിയോട് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന കൃഷിക്കാരനായ പത്മനാഭൻ ചേട്ടനെയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പത്മനാഭൻ ചേട്ടൻ എന്തൊക്കെ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ പയറ്, വെണ്ട, ചീര ഇങ്ങനെയുള്ള കൃഷികളാണ് ഉള്ളത്. നിങ്ങൾ ഇതിൽ എന്തെല്ലാം വളങ്ങളാണ് ചേർക്കുന്നത്? ആദ്യമായി നടുമ്പോൾ നമ്മൾ കുമ്മായം ചേർത്തു, അതിനകത്ത് ചാണകപ്പൊടി ചേർത്തു, അതിനുശേഷം പയറ് വെച്ചു, അതിനുശേഷം രാസവളവും പിണ്ണാക്കും കുറേശ്ശെ കൊടുക്കുന്നു. ഇതിനെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്? ഇത് നമ്മൾ എല്ലാ ദിവസവും 10 ലിറ്റർ വെള്ളം വെച്ചിട്ട് ഇതിന് ഒരു തടത്തിൽ വെച്ച് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മളിത് എല്ലാ ദിവസമായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ വിഷാംശം ചേർക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ സാധാരണ പോലെ നട്ട് വളർത്തി വെള്ളം ഒഴിച്ച് വിഷാംശം അധികം ചേർക്കാണ്ട് ഇങ്ങനെ നമ്മളെ സാധാരണ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടിരുന്ന പയറായത്. കൃഷിക്കാരനായ നിങ്ങൾക്ക് എന്താണ് ഇവിടെ പറയാനുള്ളത്? ഞങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് പറയാനൊന്നുമില്ല. നമ്മളെ ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന് നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടാനുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ നട്ടു വളർത്തി കൊടുക്കുന്നത്. ഇതിവർ ഇവിടെ നട്ടു വളർത്തിയ പയറാണ്. ഈ പയറിൻ്റെ ഇടവേളയായിട്ട് എന്താണ് കിട്ടുന്നത്? അത് ഞാൻ ഇടവേള നിനക്ക് കാണിച്ചു തരാം. എൻ്റെ കൂട്ടത്തിലേക്ക് പോവാം. ഇതാണ് മോളെ ഇടവിളയായി നമ്മൾ കുമ്പളം, ഇതേപോലെ കുമ്പളങ്ങ ഇഷ്ടം പോലെ നമുക്ക് ഇതേപോലെ കിട്ടാനുണ്ട്. ഇത് ഞാൻ ഒന്നായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നില്ല, ബാക്കി ഇതിനിടയിലെല്ലാം കുമ്പളങ്ങ ഉണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മളെ ഇടക്കൃഷി, പയറിൻ്റെ ഇടയിലേക്ക് നമ്മൾ നടത്തി വരുന്നത്. ഇത്ര സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ താലോലിയുണ്ട്. ഇങ്ങനെ പയറിൻ്റെ ഇടകൃഷിയായി ചെയ്യുന്നതാണ് ചീര. ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത് പറ്റുമോ? ഈ കാലാവസ്ഥയിൽ നമ്മളിപ്പം പയറ്, വെണ്ട, വൈതിനി, കക്കിരി, കുമ്പളം ഇതെല്ലാം ഈ ഒരു കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഇതുപോലെയുള്ള കൃഷികളും അതേസമയം പറങ്കി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് നട്ട് വെക്കാൻ പറ്റിയൊരു അനുയോജ്യമായ കാലാവസ്ഥയാണ് ഈ വേനൽ പിറക്കുന്ന മുതൽ അങ്ങോട്ടേക്ക് കിട്ടുന്നത്. പത്മനാഭൻ ചേട്ടൻ്റെ കൃഷിത്തോട്ടത്തിലാണ് ഞാനുള്ളത്. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. അദ്ദേഹത്തിൻ്റെ പച്ചക്കറി തോട്ടമാണ്. ഇവിടെ വെണ്ട, പയർ, ചീര, വഴുതനങ്ങ, കുമ്പളം, കക്കിരി അങ്ങനെ ഒട്ടനവധി കൃഷികൾ ഇദ്ദേഹം ഇവിടെ ചെയ്യുന്നുണ്ട്. എൻ്റെ കൃഷിത്തോട്ടത്തിലെ തക്കാളിയാണ് ഇത് കായ്ച്ചു വരുന്നതേ ഉള്ളൂ. ഈ തോട്ടിൽ നിന്നാണ് പത്മനാഭൻ ചേട്ടൻ കൃഷിക്കാവശ്യമായ വെള്ളം എടുക്കുന്നത്. ഇവിടെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഈ തോട് വളരെയധികം സഹായകമാണ്.